സോ ഇന്ന് നമ്മൾ ഡിഡ് വെച്ചിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, അതിനായിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യണം. എന്തൊക്കെയാണ് കീ റൂൾസ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഡ് ഈസ് യൂസ്ഡ് ഫോർ ക്വസ്റ്റ്യൻസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. ഡിഡ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസ്, അതായത് പാസ്റ്റ് ടെൻസിലെ കാര്യങ്ങൾ പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത്. After did, always use the base form of the verb, the infinitive without to. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിഡിന് ശേഷം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? വെർബിൻ്റെ മറ്റ് രൂപങ്ങൾ V2, V3 അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് പാസ്റ്റ്, പാർട്ടിസിപ്പിൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഫസ്റ്റ് ഫോം, അതായത് ബേസ് ഫോം മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. The next rule is did is followed by the subject, then the verb in base form. അതായത് ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നേരത്തെ കണ്ടു അല്ലേ, ഡിഡ് കഴിഞ്ഞ ശേഷം എന്ത് വേണം? നെക്സ്റ്റ് വരേണ്ടത് സബ്ജക്റ്റ് ആയിരിക്കണം. ദെൻ നമ്മൾ എന്ത് കൊടുക്കണം? ബേസ് ഫോം ഓഫ് ദ verb V1 എന്ന് പറഞ്ഞ ഫോം കൊടുക്കണം. കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. When did you sleep yesterday? Did is followed by base verb sleep. ഇവിടെ നോക്കൂ, when did you sleep? When did you sleep? Did കഴിഞ്ഞിട്ട് ഏതാ ഉപയോഗിച്ചിരിക്കുന്ന? വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ആ സ്ലീപ്പ് എന്ന് പറഞ്ഞ വെർബിൻ്റെ 3 രൂപങ്ങൾ ഏതൊക്കെയാണ്? സ്ലീപ്പ്, സ്ലെപ്റ്റ്, സ്ലെപ്റ്റ്. ഇതിനകത്തെ ഫസ്റ്റ് ഫോം ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് നോക്കൂ, where did you buy this shirt? Did is followed by the base form of the verb buy. Where did you buy? Where did കഴിഞ്ഞിട്ട് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? Buy എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫോം ആണ്, വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. See the next example. What did you eat? What did you eat? Did എന്ന് പറഞ്ഞ യൂസേജ്, eat എന്ന് പറഞ്ഞ വെർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇവിടെ നോക്കൂ, എന്താണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്? Did is followed by the base verb eat. ഞാൻ പറഞ്ഞത് തന്നെ. ഇനി കുറച്ച് നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എന്താന്ന് നോക്കാം. വാട്ട് ഡിഡ് യു ഹാവ് ഈസ് ഓൾസോ കറക്റ്റ്, ആസ് ഹാവ് ക്യാൻ ബി യൂസ്ഡ് വെൻ ടോക്കിംഗ് അബൌട്ട് ഫുഡ്. വാട്ട് ഡിഡ് യു ഹാവ്? ഹാവ് എന്ന് പറഞ്ഞ വെർബായിട്ട് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം. വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഹാവ്, കഴിക്കുക എന്നുള്ള വെർബ് ആക്ഷൻ ആണ്. ദാറ്റ് ഇസ് വാട്ട് ഡിഡ് യു ഹാവ്. ഡിഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് രൂപമായിട്ടുള്ള ഹാവ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Got it? Hope it's clear for you. Now the next example is how much did he give? How much did he give? So how much is the usage and did is used there, and after that verbs first form is used, that is give. And now the next example is why didn't you come yesterday? Why didn't you means why did plus not why didn't you come yesterday. After did there also we used V1 form of the verb. അവിടെ നമ്മൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? did not ഉപയോഗിച്ചെങ്കിലും ഡിഡിന് ശേഷം നമ്മൾ വെർബിൻ്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. Now the correct form is didn't. The contracted form of did not is followed by the base verb come. Did not കഴിഞ്ഞാലും ഡിഡ് ഉണ്ടല്ലോ എന്തായാലും, സോ ഡിഡ് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഇൻകറക്റ്റ് എക്സാമ്പിൾസ് നോക്കാം. വെൻ ഡിഡ് യു സ്ലെപ്റ്റ് യെസ്റ്റർഡേ? വെൻ ഡിഡ് യു സ്ലെപ്റ്റ് എന്നാണോ പറയേണ്ടത്? അല്ല, വെൻ ഡിഡ് യു സ്ലീപ്പ് യെസ്റ്റർഡേ എന്നാണ് പറയേണ്ടത്. നൗ വെൻ ഡിഡ് യു സ്ലീപ്പ് യെസ്റ്റർഡേ, ദാറ്റ് ഇസ് എ കറക്റ്റ് ഫോം. വെൻ ഡിഡ് യു ബോട്ട് ദ ഷർട്ട്? വേ ഡിഡ് യു ബോട്ട് എന്നാണോ പറയേണ്ടത്? അല്ല, വേ ഡിഡ് യു ബൈ ദ ഷർട്ട് എന്നാണ് പറയേണ്ടത്. കാരണം എന്താ? ഡിഡിന് ശേഷം ബൈ വെർബിൻ്റെ ഫസ്റ്റ് രൂപമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ എല്ലാം നിങ്ങൾ നോക്കുമ്പോൾ വെർബുകൾ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നുണ്ട്. സോ വെർബിൻ്റെ ഫോംസ് നിങ്ങൾ വീണ്ടും ഇതെങ്ങനെയാണെന്ന് നോക്കി എഴുതി വെച്ച് ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് വാട്ട് യു എയ്റ്റ്? വാട്ട് യു എയ്റ്റ് എന്നാണോ പറയേണ്ടത്? That's incorrect. The correct structure requires did. What did you eat? What did you eat എന്ന് വേണം ചോദിക്കേണ്ടത്. How much he gave? How much he gave? How much he gave? Incorrect form ഏതാണ്? The question needs did at the beginning. എങ്ങനെയാണ് കറക്റ്റ് ആക്കുന്നത്? How much did he give? How much did he give? നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞ പോലത്തെ സെൻറ്റൻസ് തന്നെയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ ഇസ് why didn't you came yesterday? Why did ഉപയോഗിച്ചു, അപ്പോൾ നോട്ട് ഉപയോഗിച്ചു, ദാറ്റ്സ് ഓക്കെ. ഡിഡിന് ശേഷം came ആണോ? അല്ല, come. Why didn't you come yesterday? Why didn't you come yesterday? ഇനിയും കുറച്ച് നമ്മൾ എപ്പോഴും നമുക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. വേ ഡിഡ് യു ഹാവ് ഫുഡ് യെസ്റ്റർഡേ? നിങ്ങൾ എവിടെ നിന്നാണ് ഇന്നലെ ഫുഡ് കഴിച്ചത്? വേ ഡിഡ് ഹി ഗോ ഇൻ ദ മോർണിംഗ്? നിങ്ങൾ ഇന്ന്
എവിടെയാണ് രാവിലെ പോയത്? നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഡിഡ് ഹി ബ്രിങ്? അവൻ എന്താണ് കൊണ്ടുവന്നത്? ഇവിടെയൊക്കെ ഡിഡിന് ശേഷം വെർബിൻ്റെ ഒന്നാമത്തെ രൂപമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊന്ന് നോക്കി വെക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ നോട്ട് എഴുതിയെടുക്കുമ്പോൾ വായിച്ച ശേഷം നോട്ട് എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയെടുത്ത നോട്ട്സിന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് വൺ, why did you abuse him? Why did you abuse him? Why did the building fall down? Why did the building fall? എന്താണ് ആ ബിൽഡിംഗ് താഴെ വീഴാൻ കാരണം? When did you buy that sweater? നീ എപ്പോഴാണ് ആ സ്വെറ്റർ വാങ്ങിച്ചത്? നിങ്ങൾക്ക് അതിന് പകരം എന്ത് ഉപയോഗിക്കാം? When did you buy that car? അല്ലെങ്കിൽ എന്ന് പറയാം. അല്ലെങ്കിൽ when did you buy that cycle എന്ന് പറയാം. അല്ലെങ്കിൽ when did you buy your mobile phone എന്ന് പറയാം. മനസ്സിലായോ? And the next one is why did the computer break down? എന്തുകൊണ്ടാണ് കമ്പ്യൂട്ടർ ബ്രേക്ക് ആയി പോയത്, പൊട്ടിപ്പോയത്? How long did the train journey take? എത്ര സമയം എടുക്കും ഈ ട്രെയിൻ ജേർണിക്ക്? നമുക്ക് വേറെ പറയാം. How long did the office work take എന്ന് പറയാം അല്ലേ? നെക്സ്റ്റ് വൺ ഇസ് why didn't you tell me about the accident? നീ എന്താണ് ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്? അതേസമയം വേറെ ഇൻസ്റ്റൻസ് നോക്കൂ. why didn't you tell me about the function? എന്താണ് നീ എന്നോട് ആ ഫംഗ്ഷനെ പറ്റി പറയാഞ്ഞത്? നെക്സ്റ്റ് വൺ, why did you buy this? നീ എന്തിനാണ് ഇത് വാങ്ങിച്ചത്? നമ്മൾ എവിടെയെങ്കിലും പോയി അൺനെസസറി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നമ്മുടെ പാരൻസ് എന്ത് പറയും? എന്തിനാ ഇത് വാങ്ങിച്ചെന്ന് ചോദിക്കില്ലേ? സോ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? why did you buy this? Next one is why didn't he go for the interview? Why didn't he go for the interview? എന്താണ് അവൻ ഇന്റർവ്യൂവിന് പോകാഞ്ഞത്? ഡിഡിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട്. ഇത്രയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെൻറ്റൻസസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പാസീവ് വോയിസ് ഡിഡ് ആണ്. സെൻറ്റൻസസ് പാസീവ് വോയിസിലായിരിക്കും, ബട്ട് ഡിഡ് ഉപയോഗിക്കും നമ്മൾ സെൻറ്റൻസസിൽ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ. വൈ വാസ് ദ കാർ പാർക്ക്ഡ് ഹിയർ? കാർ വാസ് പാർക്ക്ഡ് ഹിയർ. പാർക്ക്ഡ് എന്ന് ഉപയോഗിച്ചു, പക്ഷെ അവിടെ എന്താ വന്നത്? വാസ് ആണ് വന്നത്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് എന്ത് ഉപയോഗിക്കാം? പാർക്ക്ഡ് എന്ന് ഉപയോഗിക്കാം. വാസ് വന്നാൽ നമുക്ക് പാർക്ക്ഡ് എന്ന വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കാം. പക്ഷെ അതേസമയം പാസീവ് വോയിസിൽ വരുന്ന മറ്റൊരു സെൻറ്റൻസ് നോക്കൂ. സെയിം സെൻറ്റൻസ് പക്ഷെ ഡിഡ് വെച്ച് വരുന്നത് നോക്കൂ. വൈ ഡിഡ് ദ വിസിറ്റർ പാർക്ക് ദ കാർ ഹിയർ? വൈ ഡിഡ് എന്ന് വന്നു. അപ്പോൾ പിന്നെ വെർബിൻ്റെ ഒന്നാമത്തെ രൂപമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വൈ ഡിഡ് ദ വിസിറ്റർ പാർക്ക് ദ കാർ ഹിയർ? പാർക്ക് എന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഫോം. ഇൻ ഷോർട്ട്, ഡിഡ് കഴിഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് രൂപമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ഓർത്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻസ് വിത്ത് ഹൂ ആൻഡ് ഡിഡ്. ക്വസ്റ്റ്യൻസ് എന്തിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്? ഹൂവും ഡിഡിലും തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഹൂ കോൾഡ് യു യെസ്റ്റർഡേ? ഹൂ കോൾഡ് യു യെസ്റ്റർഡേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹൂ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു. അപ്പോൾ പിന്നെ നമുക്ക് വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കാം, കോൾഡ് എന്ന് ചേർക്കാം. ഗോട്ട് ഇറ്റ്? അവിടെ ഡിഡ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? ഡിഡ് ആയിരുന്നെങ്കിൽ നമുക്ക് കോളേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഹൂ ടോൾഡ് യു? ഹൂ ടോൾഡ് യു എന്നുള്ളതിനകത്ത് ഹൂവിന് ശേഷം നമുക്ക് വെർബിൻ്റെ രണ്ടാമത്തെ രൂപം ഉപയോഗിക്കാമല്ലോ. കാരണം അതൊരു ക്വസ്റ്റ്യൻ വേർഡ് മാത്രമാണ്, ഡിഡോ അങ്ങനെയൊന്നും അല്ല. അപ്പം ഡിഡ് വന്നാൽ എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ടെല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബേസ് ഫോം ആയിട്ടുള്ള ടെല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിമിലർ സെൻറ്റൻസസ് നോക്കൂ. ഹൂ ഗേവ് യു ക്യാഷ്? ഹൂ ഗേവ് യു ക്യാഷ്? ഹൂവിന് ശേഷം വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായ ഗേവ് ഉപയോഗിച്ചു. ഗേവ് എന്ന് പറയുന്നത് ഏത് വെർബിൻ്റെ രണ്ടാമത്തെ രൂപമാണ്? ഗീവ്, ഗേവ് ആൻഡ് ഗിവൺ. ഓക്കെ, വീണ്ടും ഞാൻ പറയാണ്, വെർബിൻ്റെ ഫോംസ് വീണ്ടും റിഫ്രഷ് ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ, അതായത് റിവൈസ് ചെയ്യണം, നിങ്ങളുടെ മൈൻഡിൽ അത് ഫീഡ് ചെയ്യിപ്പിക്കണം. എന്നാൽ മാത്രമേ നല്ലതായിട്ട് സെൻറ്റൻസസ് എഴുതാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് വൺ, ഹൂ ഇൻവെൻറ്റഡ് ദ റേഡിയോ? ആഫ്റ്റർ ഹൂ യു ക്യാൻ യൂസ് ദ വെർബ്സ് സെക്കൻഡ് ഫോം. നെക്സ്റ്റ് വൺ, who won the match? Who won the match? who ന് ശേഷം എന്താ ഉപയോഗിച്ചത്? വിന്നിൻ്റെ രണ്ടാമത്തെ രൂപമായ വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായിട്ടുള്ള വൺ ആണ് ഉപയോഗിച്ചത്. ദാറ്റ് ഈസ് ദ കറക്റ്റ് തിങ്. ഇനി നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്സ് നോക്കാം. എപ്പോൾ? മിസ്റ്റേക്സ് വിത്ത് ഹൂ ആൻഡ് ഡിഡ്. ഹൂ ഡിഡ് ഗിവ് യു? ഹൂ ഡിഡ് ഗിവ് യു എന്ന് പറഞ്ഞത് എന്താണ്? കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ? ദ വേർഡ് ഡിഡ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് ബിഫോർ ഗീവ് ഇൻ ദിസ് വേ. എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൂ ഡിഡ് ഗിവ് യു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? ഡിഡിന് ശേഷം ഗീവ് ചേർക്കാൻ പറ്റില്ല ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം ഹൂ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വേർഡ് ഫ്രണ്ടിൽ വന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഡിഡിനെ ഒഴിവാക്കിയിട്ട് ഗേവ് എന്ന് ചേർക്കാം. വെർബിൻ്റെ രണ്ടാമത്തെ രൂപമായിട്ടുള്ള ഗേവ് എന്ന് ചേർക്കാം. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ഹൂ ഗേവ് യു എന്ന് വരും. അതാണ് ഒരു പറയുമ്പോഴും നല്ല ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളത് അല്ലേ? നെക്സ്റ്റ് വൺ, ഹൂ ഡിഡ് ടെൽ യു? അത്
അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഹു ടോൾഡ് യു? എന്തുകൊണ്ട് അത് തെറ്റായി? ദ വേർഡ് ഡിഡ് ഷുഡ് നോട്ട് ബി പ്ലേസ്ഡ് ബിഫോർ ടെൽ ഇൻ ദിസ് വേ. ഡിഡിന് ശേഷം ടെൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? ടെൽ ഉപയോഗിക്കാം അല്ലേ? പക്ഷെ ഇവിടെ ഹൂവും ഡിഡും ടെല്ലും അങ്ങനെ പറ്റില്ല. ഒന്നെങ്കിൽ ഹൂവ് അല്ലെങ്കിൽ ഡിഡ്. ഇവിടെ നമുക്ക് ഹു ടോൾഡ് യു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്? ഇനി നമുക്ക് സമ്മറി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. Use did for past tense questions. After did, always use the base form of the verb. Example, go, buy, eat. എന്താണ് ഡിഡ് എന്ന് പറയുന്നത്? എപ്പോഴും പാസ്റ്റ് ടെൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഡിഡ് എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ബേസ് ഫോം ഓഫ് ദ വെർബിന്റെ കൂടെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ബേസ് ഫോം എന്ന് പറഞ്ഞ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗോ, ബൈ, ഈറ്റ്. ഡോണ്ട് യൂസ് ദ പാസ്റ്റ് ടെൻസ് ഫോം. എക്സാമ്പിൾ, വെന്റ്, ബോട്ട്, എയ്റ്റ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ പാസ്റ്റ് ടെൻസ്, അതായത് വെർബിന്റെ അടുത്തടുത്ത 2, 3, 1 രൂപങ്ങൾ ഡിഡ് കഴിഞ്ഞ ശേഷം ഉപയോഗിക്കാൻ പാടില്ല. ഫോർ പാസീവ് വോയിസ് ക്വസ്റ്റ്യൻസ് യൂസ് അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ടു ബി. എക്സാമ്പിൾ, വാസ്, വേർ. മനസ്സിലായോ? അതായത് പാസീവ് വോയിസ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ യൂസ് ദ അപ്രോപ്രിയേറ്റ് ഫോം ഓഫ് ടു ബി. അതിൻ്റെ ഫോംസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ, വാസ്, വെയർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇത്രേ ഉള്ളൂ. ഇത് റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുക. കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ.